മൂത്ത ചേച്ചിയാണ് ഈ കുടുംബത്തിൽ. പിന്നെ ഞങ്ങൾക്ക് ഫുള്ള് സപ്പോർട്ടായിരുന്നു ചേച്ചി. പിന്നെ ചേച്ചി ഇത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു, ലോക്ക്ഡൗൺ മുതൽ വന്നിരിക്കുന്ന ചേച്ചി പെട്ടെന്ന് പോകുമ്പോൾക്ക് എല്ലാവർക്കും മിസ് ചെയ്യും. കൂടുതൽ സമയം ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കൊറോണ സമയത്താണ് ഒരുമിച്ച് കൂടുതലും വന്നത്. പിന്നെ ഒരുമിച്ച് ഈ ഒരു വർഷം ദിവസമായിരുന്നു. കാരണം അത് മിസ് ചെയ്യും ശരിക്കും. ഞങ്ങളുടെ എല്ലാവരെയും പ്രിയങ്കരിയായ നീനുമോളുടെ കല്യാണമാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് അവർക്ക് നല്ലൊരു വരനെ കിട്ടണമെന്ന്. എല്ലാ നല്ല സൗഭാഗ്യങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെറുത് മുതലേ നല്ല ദൈവഭയത്തോടു കൂടെ സൺഡേ സ്കൂൾ പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല കുട്ടിയായിരുന്നു. പിന്നെ അവൾക്ക് ചെറിയൊരു അനിയത്തിയുണ്ട്. പിന്നെ ഞങ്ങളുടെ തറവാട്ടിൽ പറയുകയാണെങ്കിൽ 4 ആൺപിള്ളേരാണ്. അവർക്ക് എല്ലാവർക്കും മൂത്തൊരു ചേച്ചിയാണ് അവൾ. എല്ലാവർക്കും നല്ലതായിട്ടുള്ള എല്ലാ നല്ല ജീവിത പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവളെ ദൈവം സ്നേഹിച്ചതും അവളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ നല്ലൊരു കുഞ്ഞാണ്. ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന ഞങ്ങൾ നീലമോൾക്ക് ഭാവി ജീവിതത്തിൽ എല്ലാ നല്ല അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്നായിട്ട് അവളെ മിസ് ചെയ്യും. എന്നിരുന്നാലും പെൺകുട്ടികളാകുമ്പോൾ വിവാഹം കഴിക്കേണ്ടത് ആവശ്യമുണ്ടല്ലോ. ആ ചെന്ന് കയറുന്ന വീടിനും അവളൊരു അനുഗ്രഹമായിരിക്കണം, ആശ്വാസമായിരിക്കണം. അവളുടെ ഇനിയുള്ള ഫ്യൂച്ചർ എൻഡേവേഴ്സ് എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു നീനു. ബൈ, മിസ് യു. ഞാൻ നീനുമോളുടെ ആൻറ്റിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നീനു മോളെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അവൾ വന്ന അന്ന് മുതലേ എനിക്ക് അവളൊരു മോളെ പോലെയാണ്. അങ്ങനെയാണ് ഇന്നുവരെയും കണ്ടിരിക്കുന്നതും. നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ അവൾ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾക്ക് മിസ്സാകുന്നുണ്ട്. എങ്കിലും അവളെ ദൈവം അനുഗ്രഹിക്കും. അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അവൾ ഏവർക്കും ആശ്വാസവും അനുഗ്രഹമാകും. അവൾ ചെന്ന് കയറുന്ന വീടും ഏറ്റവും അനുഗ്രഹമാകണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. തക്കവണ്ണം എന്നെ നടത്തണമേ എന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇന്ന് പകലെല്ലാം ദൈവത്തിന്റെ കൃപയ്ക്കൊത്തവണ്ണം ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ അത്ഭുത കൃപകൾക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം അതിന്റെ സമയത്ത് എല്ലാം ചന്തമായി ഉചിതമായി ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർത്ത് നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരുക്കിയിരിക്കുന്ന വചനപ്രകാരം ഈ കാലങ്ങളിൽ ദൈവവചനത്തിനനുസരിച്ച് ഒരുങ്ങപ്പെടുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കണമെന്നതിനായി സ്തോത്രം ചെയ്യാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ദിവസത്തിന്റെ പ്രാരംഭ സമയത്ത് നിന്റെ പാദപീഠത്തിലായിരിക്കാൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ നിമിഷം വരെ ദൈവം കൂടെ ഇരുന്ന് നടത്തിയതിനായി സ്തോത്രം. ആവശ്യമായ സുഖവും ബലവും ആരോഗ്യവും എല്ലാം ദൈവം നൽകിയതിനായി സ്തോത്രം. എല്ലാവരോടും കൂടെ ഇരുന്നാട്ടെ. പകലെല്ലാ ശുശ്രൂഷയിലും നിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നാട്ടെ. വിശുദ്ധന്മാരെ നീ അതിനായി അധികാരപ്പെടുത്തിയിരിക്കുക. നിങ്ങളുടെ വാഴ്ത്തും തുടർന്ന് നിന്റെ നാമത്തെ നീ മഹത്വം. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
രണ്ടാമത്തെ അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യം. അനന്തരം യഹോവയുടെ ദൈവം മനുഷ്യൻ തന്നല്ല, ഞാൻ അവന് തക്കതായിരിക്കും ഉണ്ടാക്കി കൊടുക്കുന്ന അപേക്ഷിച്ചു. യഹോവയുടെ ദൈവം ഭൂമിയിലെ സകലമക്കളെയും ആകാശത്തിലെ കലകളെയും നിലത്ത് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവൻ്റെ പേരുണ്ടെന്ന് കാണുവാൻ അവൻ മുന്നിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്ക് മനുഷ്യൻ്റെ പേരായി മനുഷ്യരുടെ കന്നുകാലികൾക്കും ആകാശത്തെ കറകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേര് ചെയ്യുമെങ്കിലും മനുഷ്യ തക്കതായി തുണ കണ്ടെത്തിയില്ല. ആകയാൽ യഹോവയുടെ ദൈവം മനുഷ്യൻ്റെ കാടിനെ നിരത്തി അവരെ ഉറങ്ങിയപ്പോൾ അവരെ വാരിയലികളിൽ ഒന്നിച്ചെടുത്ത് അതിൽ പകരം മാംസം പിടിപ്പിച്ചു. യഹോവയുടെ ദൈവം മനുഷ്യൻ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയും എൻ്റെ മാംസമാകും ഇവിടെ തിരിക്കാൻ പോലെ നാരി എന്ന് പേരാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വീട്ടിലും ആരും പഠിച്ചിട്ടും അവൻ ഏകദേശം. അപ്പോൾ ഭാര്യമാരെ കർത്താവി എന്ന പോലെ സ്വന്തം കർത്താക്കന്മാർക്ക് എഴുതുകയും ക്രിസ്തു ശരീരത്തെ രക്ഷിതാവിനെ സമയം തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യയും ഭർത്താക്കന്മാരുടെ സകലത്തിലും കീഴടങ്ങിയിരിക്കുകയാണ്. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളോട് ഭാര്യമാരെ സ്നേഹിക്കും. അവൻ അവരുടെ വചനത്തോടുകൂടി ജലസ്നാനത്തെ ഉൾപ്പാക്കി വിശദീകരിക്കുന്നതിന് കാണാം. ചുടുക്കപ്പത്തിലായതുകൊണ്ടില്ലാതെ സഭയെ ശുദ്ധവും നഷ്ടവുമായി തനിക്ക് തന്നെ തേജസ്സു അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാണ്. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജനത്തെ ഒരു നാൾ വെച്ചിട്ട് ക്രിസ്തു സഭയെ ചെയ്തതുപോലെ അതിനെ പൂട്ടി പുലർത്തുകയും ചെയ്തു. നാം അവൻ്റെ ശരീരത്തിന് അവയവങ്ങളോ അതിനോടുകൂടി മനുഷ്യൻ അപ്പനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ച് 20 വിജയമാക്കിയും ഈ മണ്ണം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭ്യദേശത്തെ പോയത് എന്നാണ്. നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താന്താൻ്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം. ആദ്യമോ ഭർത്താവ് ഭയപ്പെടുന്നതാണ്. ലേഖനം 3-ാമത്തെ വരുന്നത് 7 വാക്യങ്ങൾ. ഭാര്യമേലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും അവരുടെ കാര്യങ്ങൾ വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയെന്നതിൻ്റെ നിർമ്മലമായി നടന്നു കണ്ടറിഞ്ഞ് അതിനെ കൂടാതെ ഭാര്യമാരിൽ നടപ്പിന് ചേർന്ന് വരികയാണ്. നിങ്ങളുടെ അലങ്കാരം തന്നടി വീഴുന്നതും പൊന്നടിയിൽ നിന്നും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പ്രോമിയുള്ളതല്ല, സ്വാമിയുടെ സാധാരണയുള്ള മനസ്സിന് ആശയഭൂഷണമാക്കി ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യന് ആയിരിക്കണം. അത് ദൈവസ്നേഹിതാവിനെ ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിന് പ്രത്യാശയത്തെ നയിച്ച സ്ത്രീകൾ തങ്ങളെ തന്നെ അനുകരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറാ അബ്രഹാമിനെ യജമാനിൽ നിന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്ന നിങ്ങൾ അവരുടെ മക്കൾ ആയിത്തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ മുടക്കം പരാതിരിക്കേണ്ടത് വിവേകത്തോടെ ഭാര്യമാരിൽ വസിച്ച് സ്വീകരണം ബലഹീനമാക്കുമെന്നും അവർ ജീവനിൽ തുടങ്ങി കൂട്ടാവകാശം ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കും. 18-ാം അധികാരം 22-ാം വചനം. സദൃശവാക്യം 18-ാം അധ്യായം 22. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നു. മனைவி കണ്ടടയുന്നവൻ നന്മയെ കണ്ടടയുക, കർത്താവാൽ ദയയും പെറ്റുകൊള്ളുക. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നു. മനുഷ്യൻ തനിമயாக இருப்பது நல்லதல்ல, அவனுக்கு ஏற்ற துணையை உண்டாக்குவேன் என்று ஆதாமுக்கு ஏற்றதான துணையை ஆண்டவர் உண்டாக்கி கொடுத்தார். മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ഞാൻ തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. அது முதற்கொண்டு ஒரு மனுஷன் மனைவி கண்டடையும் போது அவனோட பெரிய நன்மையை கண்டடைகிறான் என்றுதான் இங்கே எழுதப்பட்டிருக்கிறது. അതുകൊണ്ട് അന്നാൾ മുതൽ ഭാര്യയെ കിട്ടുന്നവരെ നന്മ കിട്ടുന്നുവെന്ന് തിരുവചനത്തിലൂടെ നാം കാണുന്നു. அதோடு கூட அவன் கர்த்தரிடத்திலிருந்து ஒரு விசேஷித்த தயவையும் பெற்றுக்கொள்கிறான். അത് നിമിത്തമായി മനുഷ്യൻ യഹോവയുടെ കയ്യിൽ നിന്ന് ഒരു വലിയ നന്മയും കരുണയും പ്രാപിക്കുന്നു. இன்றைக்கு இவர்கள் இருவரும் இந்த விவாகத்தின் மூலமாக இணைக்கப்பட போகிறார்கள். ഇന്ന് ഈ വിവാഹം മൂലമായി ഇവർ രണ്ടുപേരും ഒന്നാക്കപ്പെടുവാൻ പോകുന്നു. இன்றைக்கு இந்த விவாகத்தில் இவர்கள் தேவனிடத்திலிருந்து ஒரு தயவையும் நன்மையும் இவர்களுக்கு பெற்றுக்கொள்வார்கள். ഇന്ന് ഇവർ ദൈവത്തിൽ നിന്ന് ഒരു കരുണയും കൃപയും അനുഗ്രഹവും പ്രാപിക്കുവാൻ പോകുന്നു. ஆண்டவர் எல்லா தயவையும் இரக்கத்தையும் கிருபையும் தருவதற்கு வல்லவராக இருக்கிறார். ദൈവം എല്ലാ ദയയും അനുഗ്രഹവും കൃപയും പകരുവാൻ വിശ്വസ്തനാകുന്നു.
ஒரு புத்தியுள்ள மனைவி கர்த்தர் அருளுகின்றதான ஈவு என்று நீதிமொழிகள் 19:14 வாசிக்கிறோம். ബുദ്ധിയുള്ള ഭാര്യ യഹോവയുടെ ദാനമെന്ന് സദൃശവാക്യം 19:14 നാം വായിക്കുന്നു. ஒரு புத்தியுள்ள மனைவி கண்டடைகிறதான மனிதன் கர்த்தரிடத்திலிருந்து ஒரு பெரிய ஈவை பெற்றுக்கொள்கிறான். ബുദ്ധിയുള്ള ഭാര്യയെ ലഭിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് വലിയ കൃപയും ദയയും പ്രാപിച്ചിരിക്കുന്നു. ஒரு மனுஷனுக்கு ஒரு நல்ல குடும்ப வாழ்க்கை அமையும் என்றால் அவன் இந்த பூமியிலே எல்லா விதத்திலும் ஆசீர்வதிக்கப்பட்டவனாக இருப்பான். ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ലഭിക്കുന്നുവെങ്കിൽ അവൻ എല്ലാ വിധത്തിലും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവനാകുന്നു. ஒரு திருமண வாழ்க்கையிலே இருவருக்குள்ளும் ஐக்கியமும் சமாதானமும் அன்பும் இருக்கும் என்றால் அவர்கள் இந்த பூமியில் ஆசீர்வதிக்கப்பட்டதான ஒரு ஜீவிதத்தை செய்ய முடியும். ഒരു വിവാഹ ജീവിതത്തിൽ അവർ ഇരുവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐക്യതയും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായിരിക്കും. வீடும் ஆஸ்தியும் பிதாக்கள் வைக்கிறதான சுதந்திரம். വീടും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശമാകുന്നു. அவருடைய பிள்ளைகளுக்கு வீடும் நல்ல ஆஸ்திகளையும் பிதாக்கள் உண்டாக்கி கொடுக்க முடியும். ഒരു തന്റെ മക്കൾക്ക് ഒരു പിതാവിന് സമ്പത്തും ഭവനവും ഒരുക്കുവാൻ കഴിയും. ஆனால் ஒரு புத்தி உள்ளதான மனைவி கர்த்தர் தான் உண்டாக்கி கொடுக்க வேண்டும். എന്നാൽ ബുദ്ധിയുള്ള ഒരു ഭാര്യയെ ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. சகோதரன் டானே எனக்கு ஏறக்குறைய 17 வருடங்களாக தெரியும். സഹോദരൻ ഡോണിനെ എനിക്ക് ഏറെക്കുറെ 17 വർഷമായി അറിയാം. 17 வருடங்களாக ஒரு பல ஆண்டுகளாக ஒரு புத்தியுள்ள மனைவிக்காக காத்திருந்தார் என்று தான் சொல்ல வேண்டும். പല വർഷങ്ങളായി താൻ ഒരു ബുദ്ധിയുള്ള ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെ വേണം പറയുവാൻ. கர்த்தர் ஈவாக இன்றைக்கு ஒரு புத்தியுள்ள மனைவியை தந்திருக்கிறார், தரப்புகிறார் என்பதுதான் நம்முடைய விசுவாசமாக இருக்கிறது. കർത്താവ് ഇന്ന് ദാനമായി തനിക്ക് ഒരു ബുദ്ധിയുള്ള ഭാര്യയെ നൽകിയിരിക്കുന്നു, നൽകുവാൻ പോകുന്നു എന്നതാകുന്നു അതിന്റെ വാസ്തവം. நீதிமொழிகள் 12ஆம் அதிகாரம் 4ஆம் வசனத்தில் வாசிக்கும்போது സദൃശവാക്യം 12:14 വാക്യം വായിക്കുമ്പോൾ 12:4 വാക്യം, സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം, നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. ஒரு குணசாலியான ஸ்திரீ தன் புருஷனுக்கு ஒரு கிரீடத்தை கொடுக்கிறார். ഒരു സാമർത്ഥ്യമുള്ള സ്ത്രീ തന്റെ ഭർത്താവിന് ഒരു കിരീടം പോലെ ഇരിക്കുന്നു. ஒரு குணசாலியான ஸ்திரீ ஒரு மனுஷனுக்கு கிடைப்பான் என்றால் அதுதான் அவனுக்கு விசேஷமான கிரீடமாக இருக்கிறது. ഒരു സാമർത്ഥ്യമുള്ള ഭാര്യയെ ഒരുവരെ ലഭിക്കുന്നുവെങ്കിൽ അതാകുന്നു അവന്റെ കിരീടം. குணசாலியான ஸ்திரீ ஒரு மனிதனுக்கு கிடைக்கிற பெரிய ஆசீர்வாதமாக இருக்கிறது. ഒരു സാമർത്ഥ്യമുള്ള സ്ത്രീ ഒരു പുരുഷന് ലഭിക്കുന്നത് അവന്റെ ഭാഗ്യമാകുന്നു. குணசாலியான ஸ்திரீயினுடைய விலை முத்துக்களை பார்க்கலும் அதிகம் என்று உயர்ந்தது என்று சொல்லப்பட்டிருக்கிறது. ഒരു സാമർത്ഥ്യമുള്ള സ്ത്രീയുടെ വില മുത്തുകളിലും വിലയേറിയതെന്ന് തിരുവചനത്തിൽ നാം കാണുന്നു. குணசாலியான ஒரு ஸ்திரியை ஒரு மனிதன் கண்டுபிடிப்பது ஒரு விசேஷமாக இருக்கிறது. ഒരു സാമർത്ഥ്യമുള്ള സ്ത്രീയെ ഒരു പുരുഷന് ലഭിക്കുക എന്നത് ஒரு குணசாலியான ஸ்திரியை கண்டுபிடிப்பது, ஒரு குணசாலியான ஸ்திரியை பெற்றுக்கொள்வதெல்லாம் கர்த்தர் தான் உனக்கு தருகிறார். ഒരു സാമർത്ഥ്യമുള്ള സ്ത്രീയെ ലഭിക്കുന്നത് അല്ലെങ്കിൽ നൽകുക എന്നത് ദൈവത്താൽ മാത്രമേ അത് നൽകുവാൻ കഴിയുകയുള്ളൂ. ஒரு குணசாலியை கண்டுபிடிப்பது மிகவும் கடினமான ஒரு காரியம். ഒരു സാമർത്ഥ്യമുള്ളവരെ കണ്ടുപിടിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാകുന്നു. ஏனென்றால் சந்தர்ப்பமும் சூழ்நிலையில் தான் நாம் எப்படிப்பட்ட குணாதிசயங்களை வெளிப்படுத்துவோம் என்பதை காண்பிக்கும். ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാകുന്നു നാം എത്രമാത്രം വിലയേറിയവരാകുന്നു, സാമർത്ഥ്യമുള്ളവരാകുന്നു എന്ന് തെളിയിക്കുന്നത്. எத்தனை வயது என்று கண்டுபிடித்து விடலாம். എത്ര വയസ്സാകുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. எவ்வளவு படித்திருக்கிறார் என்பது தெரியும். എത്രമാത്രം പഠിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അറിയാം. என்ன வேலை பார்க்கிறார் என்று தெரிந்து கொள்ளலாம். എന്ത് ജോലി ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാം. ஆனால் எப்படிப்பட்ட குணாதிசயம் இருக்கிறது என்பதை எப்பொழுது கண்டுபிடிக்க முடியும்? എന്നാൽ എങ്ങനെയുള്ള സ്വഭാവ വിശേഷം ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുവാൻ കഴിയും? அது அவருடைய விவாக வாழ்க்கையை ஆரம்பிக்கும் பொழுது ஒருவர் பழகும் போது அந்த சந்தர்ப்பங்களும் சூழலில் தான் எந்த விதத்திலே குணாதிசயங்களை வெளிப்படுத்த முடியும் என்பதை கண்டுபிடிக்க முடியும். അത് ഒരുവരുടെ ജീവിതത്തിൽ അവരുടെ വിവാഹ ജീവിതം തുടങ്ങി കുടുംബജീവിതം തുടങ്ങുമ്പോൾ പലവിധമാകുന്ന സാഹചര്യങ്ങളിലൂടെയും മാത്രമേ തമ്മിലുള്ള സ്വഭാവ വിശേഷങ്ങൾ തമ്മിൽ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. விவாக வாழ்க்கையிலே நல்ல குணாதிசயங்களை வெளிப்படுத்துவதுதான் விசேஷமாக இருக்கிறது. ഒരു വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ തങ്ങളുടെ സ്വഭാവ വിശേഷതകൾ വെളിപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്.
வாழ்க்கை என்று சொல்வது பிரச்சனை இல்லாத வாழ்க்கை அல்ல. ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതമല്ല. எந்த குடும்பமும் பிரச்சனை இல்லாத குடும்பம் இல்லை. ഏത് കുടുംബത്തിലും ഒരു പ്രശ്നം ഇല്ലാത്ത ഒരു കുടുംബം ഇല്ല. ஆனால் பிரச்சனைகளை சரியான விதத்திலே கையாள வேண்டும், பிரச்சனைகளை பேசி தீர்த்து கொள்ள வேண்டும். എന്നാൽ പ്രശ്നങ്ങളെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യണം, അത് ശരിയായ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം. ஒரு குடும்ப வாழ்க்கை என்பது யார் பெரியவர்கள் என்று போட்டி போடுகிற இடமல்ல. ഒരു കുടുംബ ജീവിതം എന്നത് ആറ് വലിയവൻ എന്ന് തമ്മിൽ ആറ് വലിയവൻ എന്ന് കാണിക്കുന്ന ഒരു ജീവിതമല്ല. നീയോ നാനാ என்று போட்டி போடுகிற இடமல்ல. നീയോ ഞാനോ എന്ന് ഒരു ஒருவருக்கொருவர் விட்டு கொடுக்க வேண்டியதான இடமாக இருக்கிறது. തമ്മിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായ ഒരു ജീവിതമാകുന്നു. ஒருவருக்கொருவர் அனுசரித்து போக வேண்டியதான ஒரு ஜீவியம். തമ്മിൽ ഇരുവരും അനുസരിച്ച് പോകേണ്ട ஒரு ജീവിതമാകുന്നു. ஒருவரை ஒவ்வொரு விதமாக பிரசங்கித்துக் கொண்டிருக்கும் பொழுது குடும்ப வாழ்க்கையிலே விட்டு கொடுத்து போக வேண்டும், அனுசரித்து போக வேண்டும் என்று அவர் சொன்னார். ഒരിക്കൽ ഒരു പ്രാസംഗികൻ ഇപ്രകാരം തന്റെ കുടുംബ ജീവിതത്തിൽ അന്യോന്യം വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഇങ്ങനെ പറയുകയുണ്ടായി. உடனடியாக ஒரு இளம் பெண் எழுந்திருந்து கேட்டால், 2 பேரும் யார் விட்டு கொடுக்க வேண்டும்? അതിനിടയിൽ ഒരു ചെറിയ പെൺകുട്ടി എഴുന്നേറ്റ് ഇപ്രകാരം ചോദിച്ചു, ആർ വിട്ടുവീഴ്ച ചെയ്യണം? கணவன் விட்டு கொடுப்பதா இல்லை என்றால் மனைவி விட்டு கொடுப்பதா? ഭർത്താവ് വിട്ടുകൊടുക്കണമോ അതോ ഭാര്യ വിട്ടുവീഴ്ച ചെയ്യണമോ? உடனடியாக அவர் சொன்னாராம், யார் அதிக பண்புள்ளவர்களோ, யார் அதிகமான அறிவுடையவர்களோ அவர்கள் விட்டு கொடுப்பார்கள். ഉടനെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ആർ തങ്ങളെ തന്നെ താഴ്ത്തുന്നുവോ, ആർ അധികം സ്നേഹമുള്ളവരായിരിക്കുന്നുവോ അവർ ആദ്യം വിട്ടുവീഴ്ച ചെയ്യണം. யாரிடத்தில் அதிக அன்பு இருக்கிறதோ, யாரிடத்திலே அதிகமான புத்தியும் அறிவு இருக்கிறதோ அவர்கள் விட்டு கொடுப்பார்கள். ആരുടെ അടുത്ത് അധികം സ്നേഹമുണ്ടോ, ആരുടെ അടുത്ത് ബുദ്ധിയും വിവേകവും ഉണ്ടോ അവർ ആദ്യം വിട്ടുവീഴ്ച ചെയ്യണം. விவாக வாழ்க்கை என்று சொல்வது ஒருவருக்கொருவர் விட்டு கொடுத்து, ஒருவருக்கொருவர் அனுசரித்து, ஒருவருக்கொருவர் சகித்து செய்ய வேண்டியதான வாழ்க்கையாக இருக்கிறது. ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് തമ്മിൽ അനുസരിക്കുകയും തമ്മിൽ വിട്ടുവീഴ്ച ചെയ്യുകയും തമ്മിൽ സന്തോഷത്തോടെ പോവുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ്. அப்பொழுதுதான் விவாக வாழ்க்கை மிகவும் சந்தோஷமான வாழ்க்கையாக. അപ്പോൾ മാത്രമേ ഒരു കുടുംബ ജീവിതം ഏറ്റവും സന്തോഷപൂരിതമായി തീരുകയുള്ളൂ. மன்னிப்பு கேட்க வேண்டிய இடத்தில் மன்னிப்பு கேட்க வேண்டும். ക്ഷമ ചോദിക്കേണ്ട ഇടത്തിൽ ക്ഷമ ചോദിക്കണം. நன்றி சொல்ல வேண்டிய இடத்தில் நன்றி சொல்ல வேண்டும். നന്ദി പറയേണ്ട ഇടത്ത് നന്ദി ചൊല്ലണം. அப்படியே மன்னிக்க வேண்டிய இடத்திலே மன்னிக்காவிட்டால் பிரச்சனைகள் வளர்ந்து கொண்டே இருக்கும். ക്ഷമിக்க വേണ്ടിയ ഇടത്തിൽ ക്ഷമിക്കാതിരുന്നാൽ പ്രശ്നങ്ങൾ അധികരിക്കും. பாராட்ட வேண்டிய இடத்திலே பாராட்ட வேண்டும். നാം ദയ കാണിക്കേണ്ട ഇടത്ത് ദയ കാണിക്കണം. நாம் மற்றவர்கள் நம்மை பாராட்ட வேண்டும் என்று விரும்புவான நாம் யாரையும் பாராட்ட மாட்டோம். നാം മറ്റുള്ളവരെ മാനിക്കേണ്ട ഇടത്ത് മറ്റുള്ളവരെ മാനിക്കണം. மன்னிக்க வேண்டிய இடத்திலே மன்னித்து, நன்றி சொல்ல வேண்டிய இடத்தில் நன்றி சொல்லி, பாராட்டு தெரிவிக்க வேண்டிய இடத்திலே அடிக்கடி அதை செய்ய வேண்டும். ക്ഷമിക്കേണ്ട ഇടത്ത് ക്ഷമിക്കുകയും ദയ കാണിക്കേണ്ട ഇടത്ത് ദയ കാണിക്കുകയും മാനിക്കേണ്ട ഇടത്ത് മാനിക്കുകയും ചെയ്യണം. அப்பொழுதுதான் குடும்ப வாழ்க்கை இனிமையான ஒரு குடும்ப வாழ்க்கையாக இருக்கும். അപ്പോൾ മാത്രമേ ഒരു കുടുംബ ജീവിതം മാധുര്യമേറിയതായി തീരുകയുള്ളൂ. ஒருமுறை ஒரு குடும்பத்திலே மிகவும் புருஷனுக்கும் மனைவிக்கும் இடையில் அதிகமான பிரச்சனை உண்டானது. ഒരിടത്ത് ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവിന്റെയും ഇടയിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. அந்த புருஷன் அவர் தன்னுடைய வீட்டிலே இருக்க முடியாத ஒரு சூழ்நிலை வீட்டை விட்டு வெளியேறினார். ആ ഭർത്താവ് തന്റെ ഭവനത്തിൽ ഇരിക്കുവാൻ കഴിയാതെ വണ്ണം വെളിയെ പോകേണ്ടതായ അവസ്ഥ വന്നു. அப்பொழுது அவன் தெருவழியாக நடந்து போய் கொண்டிருந்தார். അവൻ തെരുവ് വഴിയായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. அந்த வீட்டிலே ஒரு பெரியவர் ஒருவர் இருந்தார். ആ വീട്ടിൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. அவருடைய பேர் கபீர்தாசர். അവരുടെ പേര് കബീർദാസൻ എന്നായിരുന്നു. அவர் ஒரு பெரிய மனிதனாக இருந்தார். അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു. அவரிடத்திலே போய் ஒரு ஆலோசனைக்காக அவர் போனார். അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ആലോചന ലഭിക്കേണ്ടതായി അദ്ദേഹം കടന്നുപോയി. அவருடைய வீட்டில் திண்ணையிலே உட்கார்ந்திருந்தார். അദ്ദേഹം തന്റെ വീട്ടിലെ തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. அது ஒரு பகல் வேளையாக இருந்தது. അതൊരു രാവിലെ സമയമായിരുന്നു. அப்பொழுது இவன் வந்ததான விஷயத்தை அவர் அறிந்து கொண்டார். അദ്ദേഹം വന്ന കാര്യം അദ്ദേഹം തിരക്കുകയുണ്ടായി. இவனுடைய பிரச்சனைக்கு அவர் எந்த விதமான பதிலும் ஆலோசனை கொடுக்கவில்லை. തന്റെ പ്രശ്നത്തിന് ഏത് വിധത്തിലും ഒരു പരിഹാരം താൻ പറഞ്ഞു കൊടുത്തില്ല. அதற்கு பதிலாக ஒரு காரியம் செய்தார். അതിന് പകരമായി അദ്ദേഹം ഒരു കാര്യം ചെയ്തു. அவருடைய வீட்டில் இருக்கிறதான மனைவியிடத்தில் சொன்னார், சீக்கிரமாக நீ விளக்கை பொருத்தி கொண்டு வா என்று சொன்னார். അദ്ദേഹം തന്റെ ഭവനത്തിൽ തന്റെ ഭാര്യയോട് പ്രകാരം പറഞ്ഞു, അതിവേഗത്തിൽ നീ വിളക്ക് തെളിയിച്ചു കൊടുക്കുക. அவருடைய மனைவி ஒரு வார்த்தை கூட பேசாதபடிக்கு வீட்டிலிருந்து ஒரு விளக்கை ஏற்றி கொண்டு வந்து அந்த மேடையில் வைத்தார். അദ്ദേഹത്തിന്റെ ഭാര്യ ഒന്നും പറയാതെ വണ്ണം ഭവനത്തിൽ ഇരുന്നതായ ഒരു വിളക്ക് എടുത്തുകൊണ്ടാണ്
അയച്ചു. அது பிறகு இவர் சொன்னார், வந்து எங்கள் 2 பேருக்கு நீ காஃபி போட்டு கொண்டு வா என்று சொன்னார். അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ ഇട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. அவர்கள் 2 பேருக்கு ஒரு காஃபி கொண்டு வந்தார்கள். അവർ 2 പേർക്കും കാപ്പി കൊണ്ടുവന്നു. வந்தவன் குடித்து பார்த்தான், அந்த காஃபி இனிப்பாக இருக்கவில்லை, அது உப்பு சுவையாக இருந்தது. വന്ന ആൾ ആ കാപ്പി കുടിച്ചു. അതിന് മധുരമില്ലായിരുന്നു, അതിന് ഉപ്പ് രസമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം அந்த அம்மா சுகர் போடுவதற்காக சால்ட்டை போட்டு விட்டார்கள். അതെന്നാൽ ആ ഭാര്യ അതിന് മധുരമിടേണ്ടതിന് പകരം ഉപ്പാകുന്നു ഇട്ടത്. வந்தவனுக்கு குடிக்கவே முடியவில்லை. വന്ന ആൾക്ക് അത് കുടിക്കുവാൻ കഴിഞ്ഞില്ല. ஆனால் அவரோ ரசித்து குடித்துக் கொண்டிருந்தார். എന്നാൽ മറ്റേ ആൾ അത് രസിച്ചു കുടിച്ചു കൊണ്ടിരുന്നു. அவன் இந்த காரியத்தை பார்த்தான். അദ്ദേഹം ഈ കാര്യം കണ്ടു. அந்த அம்மா பகல்ல விளக்கை கொளுத்தி கொண்டு சொன்னபோது, இவ்வளவு வெளிச்சமா இருக்கிறது ஏன் கொண்டு வருவது என்று ஒரு கேள்வி கேட்கவில்லை. അദ്ദേഹത്തിന്റെ ഭാര്യയോട് വിളക്ക് കത്തിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ, ഇത്ര പകൽ സമയത്ത് ഇത്രയും വെളിച്ചമുള്ളപ്പോൾ എന്തിനാകുന്നു വിളക്ക് കൊണ്ടുവരേണ്ടത് എന്ന് അവർ ചോദിച്ചില്ല. അതുപോലെ ഇവർ கூட இந்த காபியில சுகர் போடுவதற்காக சால்ட்டை போடுவதற்காக இவர் ஒன்றுமே கேள்வி கேட்கவில்லை. അതുപോലെ തന്നെ ഇദ്ദേഹമാണെങ്കിൽ ഈ കാപ്പിയിൽ ഉപ്പിട്ടത് എന്താകുമെന്നോ അതിൽ ഉപ്പുരസമാകുമെന്നോ ഒന്നും ചോദിച്ചില്ല. அப்பொழுதுதான் விளையகொண்டார் இந்த குடும்பத்தினுடைய சமாதானத்தின் ரகசியம் என்னவென்று விளையகொண்டார். അപ്പോഴാണ് ഈ കുടുംബത്തിലെ സന്തോഷത്തിന്റെ രഹസ്യം എന്തെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. கீழ்ப்படுதலும் சகிப்பு தன்மை தான் குடும்பத்தினுடைய சமாதானத்தின் ரகசியமாக இருக்கிறது. തമ്മിലുള്ള അനുസരണവും സഹിഷ്ണുതയുമാവുന്ന കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. எந்த அளவுக்கு நாம் கிறிஸ்தனுடைய குணாதிசயங்களை வெளிப்படுத்துகிறோமோ அந்த அளவுக்கு ஒரு வாழ்க்கை மிகவும் ஆசீர்வாதமாக இருக்கும். എത്രത്തോളം നാം ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്നവരായിരിക്കുമോ അത്രത്തോളം നമ്മുടെ കുടുംബജീവിതവും ഏറ്റവും അനുഗ്രഹപൂരിതമായിരിക്കും. பேச வேண்டிய இடத்தில் பேச வேண்டும், மௌனமாக இருக்க வேண்டிய இடத்தில் மௌனமாக இருக்க வேண்டும். സംസാരിക്കേണ്ട ഇടത്ത് സംസാരിക്കണം, മൗനമായിരിക്കേണ്ട സ്ഥാനത്ത് മൗനമായിരിക്കണം. அப்பொழுதுதான் குடும்ப வாழ்க்கையிலே மிகுந்த சமாதானத்தை பெற்றுக்கொள்ள முடியும். അപ്പോൾ മാത്രമേ കുടുംബജീവിതത്തിൽ തികഞ്ഞ സമാധാനം ഉണ്ടാകുകയുള്ളൂ. அப்பொழுதுதான் நம்முடைய குடும்ப வாழ்க்கை மற்றவர்களுக்கு ஒரு சாட்சியான வாழ்க்கையாக இருக்கும். അപ്പോൾ മാത്രമേ നമ്മുടെ കുടുംബജീവിതം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമുള്ള ജീവിതമായി തീരുകയുള്ളൂ. ஒரு குணசாலியான ஸ்திரீ அவருடைய விலை முத்துக்களை பார்க்கிலும் உயர்ந்ததாக. ഒരു സാമർത്ഥ്യമുള്ള സ്ത്രീയുടെ വില മുത്തുകളിലും വിലയേറിയത്. ஒரு குணசாலியான ஸ்திரீ அவ்வளவு விலை மதிப்புள்ளவளாக இருக்கிறார். ഒരു സാമർത്ഥ്യമുള്ള സ്ത്രീ എത്രയോ വിലയേറിയവളാകുന്നു. இவருடைய குடும்ப வாழ்க்கை மிகுந்த ஆசீர்வாதமான ஒரு சமாதானமான வாழ்க்கையாக இருக்க வேண்டும். இன்றைக்கு அதற்கேற்றுதான் ஒரு தயவை தேவர்களுக்கு தந்திட வல்லவராக இருக்கிறார். ഇവരുടെ കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹപൂരിതവുമായി തീരണം. അതിന് വേണ്ടതായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം ഇവർക്ക് നൽകണം. இந்த உலகத்திலே நாம் ஒரு ஜீவியத்தை செய்வதற்கு தேவ கிருபையும் மனுஷ தயவும் மிகவும் அவசியமாக இருக்கிறது. ഈ ലോകത്തിൽ നാം ഒരു ജീവിതം ചെയ്യുന്നതിന് ദൈവത്തിന്റെ കൃപയും മനുഷ്യരുടെ സഹതാപവും നമുക്ക് ആവശ്യമായിരിക്കുന്നു. தேவ கிருபையும் மனுஷ தயவும் இல்லாவிட்டால் நம்முடைய வாழ்க்கையை சமாதானமான வாழ்க்கையாக இருக்க முடியாது. ദൈവത്തിന്റെ കൃപയും മനുഷ്യരുടെ ദയയുമില്ലാതെ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരുകയില്ല. ஏனால் ஆண்டவராய் இயேசு கிறிஸ்து இந்த பூமியில் வந்தபோது அவருக்கு இவைகள் இரண்டும் தேவையாக இருந்தது. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ തനിക്കും ഇത് ആവശ്യമായിരുന്നു. லூக்கான சுவிசேஷம் 2-ாம் அதிகாரம் 52-ாம் வசனத்தில் வாசிக்கும்போது ஆண்டவராய் இயேசு கிறிஸ்து தேவ கிருபையிலும் மனுஷ தயவிலும் அதிகமாக விருத்தி அடைந்தார். ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. தேவகுமாரன் இந்த பூமியில் வந்து அவர் வளர்வதற்கே தேவ கிருபையும் மனுஷ தயவும் அவசியமாக இருக்கிறது என்றால் நாம் எல்லாருக்கும் அது அவசியமாக தேவை. ദൈവപുത്രനായ യേശുവിനും ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചപ്പോൾ ദൈവത്തിന്റെ കൃപയും മനുഷ്യരുടെ കൃപയും ആവശ്യമായിരുന്നു എങ്കിൽ നമുക്ക് അത് എത്രയോ ആവശ്യമായിരിക്കുന്നു. மனைவி கண்டடைகிறவன் நன்மையை கண்டடைகிறான், கர்த்தரால் அவன் தயவையும் பெற்றுக்கொள்கிறான். ഭാര്യ കിട്ടുന്നവൻ നന്മ കിട്ടുന്നു, ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ஆகியோர்கள் தெய்வத்திடத்தில் தயவை பெற்றுக்கொள்வார் என்றால் இவருடைய வாழ்க்கையிலே மிகுந்த ஆசீர்வாதத்தை காண்பார்கள். ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ദയ പ്രാപിക്കുന്നെങ്കിൽ അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂരിതമായിരിക്കും. அதுதான் யோசேப்பினுடைய விசேஷமாக இருந்தது. അതാകുന്നു യോസേഫിന്റെയും വിശേഷമായിരുന്നത്. ஆதியாகமம் 39-ாம் அதிகாரம் 21-ாம் வசனத்தில் வாசிக்கும்போது ഉൽപ്പത്തി പുസ്തകം 31-ന്റെ വാക്യം വായിക്കുമ്പോൾ யோசேப்புக்கு தேவனுடைய கிருபையும் மனுஷ தயவும் உண்டாயிற்று. യോസേഫിന് ദൈവത്തിന്റെ കൃപയും മനുഷ്യന്റെ ദയയും ഉണ്ടായതായി നാം കാണുന്നു.
சிறைச்சாலை இருந்தபோது தேவ கிருபை அவனுக்கு கிடைத்தது. അവൻ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ കരുണ അവന് ലഭിച്ചു. அவனுடைய சிறைச்சாலைக்காரனுடைய தயவு அவனுக்கு கிடைத்தது. അതുകൊണ്ട് കാരാഗൃഹ പ്രമാണിയിൽ നിന്ന് അവന് ദയ ലഭിക്കുകയുണ്ടായി. அவனுடைய சிறைச்சாலை கூட அவன் சிறை கைதிகளை விசாரிக்கிறவனாக உயர்த்தப்பட்டிருந்தான். അതുകൊണ്ട് കാരാഗൃഹത്തിൽ അവൻ കാരാഗൃഹത്തിന് ഒരു പ്രമാണിയായി മാറ്റപ്പെട്ടു. அவனுடைய தேவ கிருபையும் மனுஷ தயவும் கிடைத்ததுனாலதான் அவனுடைய சிறை வாழ்க்கை கூட அவனுக்கு சமாதானமான வாழ்க்கையாக இருந்தது. ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കൃപയും മനുഷ്യന്റെ ദയയും ലഭിച്ചതുകൊണ്ടാകുന്നു തന്റെ കാരാഗൃഹ ജീവിതം അവന് ഒരു അനുഗ്രഹമായി തീർന്നത്. தேவ கிருபையும் மனுஷ தயவும் இருக்கும் என்றால் நம்முடைய வாழ்க்கை கூட எவ்வளவு கஷ்டமான வாழ்க்கையாக இருந்தாலும் அதில் ஒரு பெரிய சமாதானத்தை நாம் காண முடியும். ദൈവത്തിന്റെ കൃപയും മനുഷ്യന്റെ ദയയും നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം കഷ്ടപൂരിതമായിരുന്നാലും അതൊരു അനുഗ്രഹമായിരിക്കും. தேவ கிருபை இருந்தால்தான் மனுஷ தயவு நமக்கு கிடைக்கும். ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യരിൽ നിന്ന് നമുക്ക് ദയ ലഭിക്കുകയുള്ളൂ. இரண்டாவதாக தேவ தயவு பெற்றுக்கொள்ளும்படி அனுதினமும் தேவனை தேட வேண்டும். രണ്ടാമതായി ദൈവത്തിന്റെ ദയ അല്ലെങ്കിൽ കൃപ പ്രാപിക്കേണ്ടതിന് നാം ദൈനംദിനം ദൈവത്തെ തേടേണ്ടിയിരിക്കുന്നു. நீதிமொழிகள் 8ஆம் அதிகாரம் 28ஆம் அதிகாரத்தில் நாம் வாசிக்கிறோம் 35ஆம் வசனத்திலே 8:35 സദൃശവാക്യം 8:35 വാക്യത്തിൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. என்னை கண்டடைகிறவன் ஜீவனை கண்டடைகிறான், கர்த்தரிடத்திலே அவன் தயவையும் பெறுவான். എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, ദൈവത്തിൽ നിന്ന് അവന് ദയയും ലഭിക്കുന്നു. கர்த்தரை ஒரு நாள் நாம் தேடும்போதுதான் அந்த தயவை நாம் தேவனிடத்தில் பெற்றுக்கொள்ள முடியும். നാം ദൈവത്തെ തേടുമ്പോൾ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് ദയ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ കൃപ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. தேவனை நாம் கண்டடைய வேண்டும். നാം ദൈവത്തെ കണ്ടെത്തണം. ஒவ்வொரு நாளும் நாம் தேவனை தேடி கண்டுபிடிக்க வேண்டியவர்களாக இருக்கிறோம். ഓരോ ദിവസവും നാം ദൈവത്തെ തേടി കണ്ടുപിടിക്കുന്നവരായിരിക്കണം. ஒரு நாள் நாம் தேவனிடத்திலே சேருவோம் என்றால் அவர் நம்மிடத்திலே சேருவார். ഓരോ ദിവസവും നാം ദൈവത്തോട് ചേരുന്നുവെങ്കിൽ ദൈവം നമ്മോടും ചേർന്ന് വരും. இன்னைக்கு நம்முடைய விசுவாச குடும்பங்களில் பிரச்சனைக்கான காரணம் ஒரு நாள் அவர்கள் தேவனை தேடுகிறதில்லை. നമ്മുടെ വിശ്വാസികളുടെ ഭവനങ്ങളിൽ പ്രശ്നങ്ങൾക്ക് കാരണം അവർ ദൈവത്തെ തേടേണ്ട വിധത്തിൽ തേടുന്നില്ല എന്നുള്ളതാകുന്നു. சிலர் ஒரு வாரத்தில் ஒரு நாள் தான் தேவனை தேடுகிறார்கள். ചിലർ ഒരാഴ്ചയിൽ ഒരു വട്ടം മാത്രമേ ദൈവത്തെ തേടുന്നുള്ളൂ. மற்ற நாட்களில் தேவனை குறித்து நினைத்து பார்ப்பதே இல்லை. മറ്റുള്ള ദിവസങ്ങളിൽ അവർ ദൈവത്തെ ഓർക്കുന്നതും കൂടെ ഇല്ല. அதிகாலையிலே 4 மணிக்கு எழுந்திருந்து தேவனை தேடுவார்கள் என்றால் அந்த குடும்பங்கள் ஆசீர்வாதமாக இருக்கும். അതിരാവിലെ 4 മണിക്ക് തന്നെ നാം ദൈവത്തെ തേടുന്നുവെങ്കിൽ ആ ഭവനങ്ങളിൽ എപ്പോഴും അനുഗ്രഹപൂരിതമായിരിക്കും. ஒரு நாளும் தேவனுடைய சமூகத்தில் விழிப்போம் என்றால், அதிகாலை எழுந்திருக்கும் போது தேவ சமூகத்தில் விழிப்போம் என்றால் நாம் தேவனிடத்திலிருந்து ஒரு நாள் தயவை பெற்றுக்கொள்ள முடியும். ഓരോ ദിവസവും അതിരാവിലെ നാം ദൈവത്തെ തേടുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂരിതമായിരിക്കും. ஒவ்வொரு நாளும் தேவனை தேட வேண்டும். നാം ഓരോ ദിവസവും ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തണം. நாம் தேவனை தேடி அவரை நாம் கண்டடையாவிட்டால் சாத்தான் நம்மை வந்து சந்திப்பார். നാം ദൈവത്തെ തേടി കണ്ടെത്തുന്നില്ല എങ്കിൽ പിശാച് നമ്മളെ തേടി കണ്ടുപിടിക്കും. நம்முடைய குடும்பத்தில் எல்லா விதமான குழப்பங்களையும் உண்டு பண்ணுவார். അവൻ ഓരോ കുടുംബത്തിലും പലവിധമാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടിടും. நம்ம எல்லா பிரச்சனை காரணமாக இருப்பது சாத்தான் தான். നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത് സാത്താനാകുന്നു. நம்முடைய பிரச்சனைகள் காரணம் எல்லாம் சாத்தான் தான். നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സാത്താനാകുന്നു. நாம் சாத்தானை விட்டு மனுஷரோடு நாம் சண்டை போடுவதாக இருப்போம். നാം സാത്താനെ വിട്ടിട്ട് മനുഷ്യരോട് വഴക്കിടുന്നവർ അല്ലെങ്കിൽ ചണ്ടയിടുന്നവരായി തീരുന്നു. நம்முடைய யுத்தம் மாംசத்தோடு ரத்தத்தோடும் அல்ல. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. வானமண்டலத்தில் இருக்கிற பொல்லாத ஆவியின் சேனைகளோடு தான் நாம் போராட வேண்டும். നമ്മുടെ പോരാട്ടം സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടായിരിക്കണം. ஒரு நாள் நாம் தேவனை தேடி சாத்தானுடைய வல்லமையை நாம் கட்டிவிட்டால் நம்முடைய குடும்பங்கள் ஆசீர்வாதமாக சமாதானமாக இருக்கும். ഓരോ ദിവസവും നാം ദൈവത്തെ തേടി പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം സമാധാനപൂരിതമായിരിക്കും. மூன்றாவதாக தேவனிடத்திலே நாம் தயவை பெற்றுக்கொள்ள வேண்டும் என்றால் நாம் நம்முடைய தேவனை அன்பு கூர்ந்து அவருடைய எல்லா கற்பனைகளையும் கைக்கொள்ள வேண்டும். മൂന്നാമതായി നാം ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുകയും അവരുടെ എല്ലാ കൽപ്പനകളെയും പ്രമാണിക്കുകയും വേണം. நாம் அதை உபாகமம் 7ஆம் அதிகாரத்தின் 9ஆம் வசனத்தில் வாசிக்கிறோம். உபாகமம் 7:9. ആവർത്തന പുസ്തകം 9:7 നാം അത് വായിക്കുന്നു. ஆகையால் உன் தேவனாய் கர்த்தரே தேவன் என்றும் தம்மில் அன்பு கூர்ந்து நமது கற்பனைகளை கைக்கொள்ளும் தேவனுடைய தயவை இன்றைக்கு பெற்றுக்கொள்ள வேண்டும். ദൈവത്തിന്റെ ദയ എന്നിവർ
தேவனுடைய தயவை நாம் பெற்றுக்கொள்ள வேண்டும் என்றால் அடுத்ததாக நாம் வாசிக்கும் போது நாமும் கூட தயவுள்ளவர்களாக இருக்க வேண்டும். അടുത്തതായി നാം ദൈവത്തിന്റെ ദയ അല്ലെങ്കിൽ കരുണ പ്രാപിക്കണമെങ്കിൽ നാമും ദയയും മനസ്സിലും കരുണയും ഉള്ളവരായിരിക്കണം. சங்கீதம் 18 சங்கீதம் 25 வசனத்தில் வாசிக்கிறோம், தயவுள்ளவனுக்கு அவர் தயவு செய்கிறார் என்று. 18 സങ്കീർത്തനം 25 വാക്യത്തിൽ ദയാലുവോട് ദയാലുവാകുന്നു എന്ന് നാം കാണുന്നു. தயவுள்ளவனுக்கு அவர் தயவுள்ளவராக இருக்கிறார். ദയാലുവോട് ദൈവം ദയാലുവാകുന്നു. உத்தமனுக்கு அவர் உத்தமராக இருக்கிறார். നിഷ്കളങ്കനോട് ദൈവം നിഷ്കളങ്കനാകുന്നു. யார் தயவுள்ளவர்களோ அவர்கள் தான் தேவனிடத்தில் தயவை பெற்றுக் கொள்வார்கள். ആർ ദയാലുവായിരിക്കുന്നോ അവർ മാത്രമേ ദൈവത്തിൽ നിന്ന് ദയ പ്രാപിക്കുകയുള്ളൂ. இருவரும் தயவுள்ளவர்களாக இருக்க வேண்டும். നിങ്ങൾ രണ്ടുപേരും ദയയുള്ളവരായിരിക്കണം. ஒருவருக்கொருவர் தயவுள்ளவர்களாக இருக்க வேண்டும். തമ്മിൽ തമ്മിൽ ദയയുള്ളവരായിരിക്കണം. ஒருவருக்கொருவர் தயவை காண்பிக்கிறவர்களாக இருக்க வேண்டும். തമ്മിൽ തമ്മിൽ ദയയും കരുണയും കാണിക്കുന്നവരായിരിക്കണം. அவர்கள் தயவுள்ளவர்களாக இருந்தால் தேவன் அவர்களுக்கு தயவை கொடுப்பார். ഇവർ ദയയുള്ളവരായിരിക്കുമെങ്കിൽ ദൈവം ഇവരോടും ദയയുള്ളവനായിരിക്കും. தயவுள்ளவர்களுக்கு நீ தயவுள்ளவராக இருக்கிறேன். ദയാലുവോട് ദൈവം ദയാലുവാകുന്നു. உத்தமனுக்கு நீ உத்தமராக இருக்கிறேன். ഉത്തമനോട് ദൈവം ഉത്തമനാകുന്നു. நாம் எவ்விதமாக இருக்கிறோமோ அந்த அளவுக்கு தான் நம்முடைய தேவன் இருப்பார். നാം എപ്രകാരമായിരിക്കുന്നു അപ്രകാരം മാത്രമേ ദൈവം നമ്മോടുമായിരിക്കുകയുള്ളൂ. நாம் புனிதராக இருந்தால் அவர் புனிதராக இருப்பார். നാം വക്രമെങ്കിൽ ദൈവം നമ്മോട് വക്രത കാണിക്കും. நாம் மாறுபாடுள்ளவராக இருந்தால் ஆண்டவரும் மாறுபாடுள்ளவராக நமக்கு இருப்பார். നാം ദുഷ്ക്രിയകൾ ചെയ്യുന്നവരാകുമെങ്കിൽ ദൈവവും നമ്മോട് അപ്രകാരമായിരിക്കും. நாம் எப்படி இருக்கிறோமோ அப்படிதான் நம்முடைய தேவன் நமக்கு இருப்பார். നാം എപ്രകാരം ദൈവത്തോടായിരിക്കുന്നു അപ്രകാരം മാത്രമേ ദൈവത്തിന് നമ്മോടും ഇടപെടുവാൻ കഴിയുകയുള്ളൂ. நாம் தயவுள்ளவர்களாக இருந்தால் அவரும் கூட தயவுள்ளவராகவே இருப்பார். നാം ദയയുള്ളവരാകുമെങ്കിൽ ദൈവം നമ്മോടും ദയാലുവായിരിക്കും. நம்முடைய தேவன் மிகவும் தயவுள்ளதான தேவனாக இருக்கிறார். നമ്മുടെ ദൈവം ദയാലുവാകുന്നു. 21 சங்கீதம் 7 வசனத்தில் வாசிக்கும் போது ராஜா கர்த்தர் மேல் நம்பிக்கையா இருக்கிறார், உன்னதமானுடைய தயவினால் அசைக்கப்படாதிருப்பார். 21 സങ്കീർത്തനം 7 വാക്യത്തിൽ രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കുമെന്ന് കാണുന്നു. கர்த்தர் மேல் நம்பிக்கையாக இருந்தால் உன்னதமான தேவன் நமக்கு தயவை காண்பித்துக் கொண்டே இருப்பார். നാം യഹോവയിൽ ആശ്രയിക്കുന്നവരാകുന്നുവെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിച്ചുകൊണ്ടേയിരിക്കും. தேவனில் நமக்கு நாம் வைத்திருக்கிற நம்பிக்கை ஒரு அசைக்க முடியாத நம்பிக்கையா இருக்க வேண்டும். ദൈവത്തിൽ നാം വെച്ചിരിക്കുന്ന ആശ്രയം അത് കുലുങ്ങാത്തതായിരിക്കണം. யோபு சொல்றார், அவர் என்னை கொண்டு போட்டாலும் அவர் மேல நம்பிக்கையா இருப்பேன். യോബ് ഇപ്രകാരം പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. നമ്മുടെ നம்பிக்கை எந்த அளவுக்கு நம்முடைய தேவன் மேல் இருக்கிறதோ அந்த அளவுக்கு அவர் நம்மை ஆசீர்வதிப்பார். നാം നമ്മുടെ ആശ്രയം എപ്രകാരം ദൈവത്തോട് വെച്ചിരിക്കുന്നു അത്രത്തോളം ദൈവം നമ്മോട് കരുണയുള്ളവനായിരിക്കും. നമ്മുടെ தேவன் நம்மை ஆசீர்வதிப்பதற்கு ஒரு வல்லமையுள்ளதான தேவனாக இருக்கிறார். ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് ശക്തിമാനായ ദൈവമാകുന്നു. கர்த்தர் மேல் வைக்கிறதான அந்த நம்பிக்கை தான் நமக்கு ஆசீர்வாதத்தையும் சமாதானத்தையும் கொண்டு வருகிறது. നമുക്ക് ദൈവത്തോടുള്ള ആശ്രയമാകുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങളും നന്മകളും കൊണ്ടുവരുന്നത്. மனைவி கண்டடைகிற ஒரு விதமாக ஒரு நன்மையை கண்டடைகிறான். ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നുവെന്ന് നാം കാണുന്നു. கர்த்தரால் தயவை பெற்றுக் கொள்கிறார். അവൻ ദൈവത്തിൽ നിന്ന് പ്രസാദവും പ്രാപിക്കുന്നു. தேவனுடைய தயவை நாம் பெற்றுக்கொண்டால், கிருபையை பெற்றுக்கொண்டால் நம்முடைய குடும்ப வாழ்க்கை மிகவும் ஆசீர்வாதமான வாழ்க்கையாக, இலகுவான வாழ்க்கையாக மாறிவிடும். നാം ദൈവത്തിൽ നിന്ന് കൃപയും കരുണയും ദയയും പ്രാപിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപൂരിതമായിരിക്കും. இந்த நாட்களிலே அவருடைய விவாகத்துக்கு பிறகு குடும்ப வாழ்க்கை செய்ய முடியாத அளவுக்கு அவர்கள் மிகவும் பாரத்துக்கு கொடுத்தப்படுகிறார்கள். എത്രയോ പേർ തങ്ങളുടെ വിവാഹത്തിന് ശേഷം നല്ലതായ ഒരു കുടുംബജീവിതം ചെയ്യുവാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നു. ஏதோ ஒரு எதிர்பார்ப்போடு கூட, ஏதோ ஒரு கற்பனையோடு கூட திருமண வாழ்க்கைக்குள் பிரவேசிக்கிறார்கள். എത്രയോ പ്രതീക്ഷകളോടുകൂടെ സ്വപ്നങ്ങളോടുകൂടെ അവർ തങ്ങളുടെ കുടുംബജീവിതം തുടങ്ങുന്നു. அவர்கள் எதிர்பார்ப்பது, அவர்கள் கற்பனை பண்ணி கொண்ட காரியங்கள் அவருடைய வாழ்க்கை நடைபெறாத பொழுது சோர்ந்து போகிறார்கள். എന്നാൽ അവരുടെ പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ സാധിക്കാതെ വണ്ണം അവരുടെ ജീവിതം ദുരിതപൂർണമായി തീരുന്നു. நம்முடைய எதிர்பார்ப்பு கற்பனை பண்ணி கொண்டு இந்த வாழ்க்கைக்குள் பிரவேசிப்பதல்ல. നാം നമ്മുടെ ജീവിതത്തെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടോ പലവിധമായ പ്രതീക്ഷകളോടുകൂടിയല്ല ആരംഭിക്കുന്നത്. கர்த்தர் இந்த வாழ்க்கையை விதமாக கொடுத்திருக்கிறாரோ அவ்விதமாக இந்த வாழ்க்கையை வாழ பழகிக்கொள்ள வேண்டும். നാം ദൈവം നമുക്ക് എപ്രകാരം ഒരു വിവാഹ ജീവിതം കുടുംബജീവിതം വെച്ചിരിക്കുന്നു അപ്രകാരം നാം ജീവിക്കുന്നവരായിരിക്കണം. கர்த்தர் எந்த நோக்கத்திலே இவர் ரெண்டு பேரும் இன்றைக்கு கிடைக்கிறாரோ அந்த நோக்கத்தை விளையும் கொண்டு அதற்கு எதிரான செய்ய வேண்டும். കർത്താവ് ഏത് ഉദ്ദേശത്തോടുകൂടെ ഇവരെ രണ്ടുപേരെയും ഒന്നാക്കുന്നുവോ ആ ഉദ്ദേശം ഇവരുടെ ജീവിതത്തിൽ പൂർണ്ണമായി വർദ്ധിക്കപ്പെടണം. ஏனென்றால் இவர்கள் இருவரும் வெவ்வேறு சூழ்நிலையிலே வளர்ந்தவர்கள். ഇവർ രണ്ടുപേരും പലവിധത്തിലുള്ളതായ സാഹചര്യങ്ങളിൽ വളർന്നവരാകുന്നു. டான் வேறொரு தேசத்திலே வளர்ந்தவர். ഡോൺ വേറൊരു ദേശത്ത് വളർന്ന വ്യക്തിയാകുന്നു. சிறு வயதிலே வளர்ந்ததில்
கத்தாரில் தான் வளர்ந்தார். ചെറുപ്രായത്തിൽ ഖത്തറിലാവുന്നു അദ്ദേഹം വളർന്നത്. அவர் படித்தது, வேலை செய்கிறது, வளர்ந்தது எல்லாம் சென்னையில். എന്നാൽ പഠിച്ചതും ജോലി ചെയ്തതുമെല്ലാം ചെന്നൈയിൽ. அதனால் அவருக்கு எந்த பாஷையுமே சரியாக தெரியாது. എന്നാൽ അതുകൊണ്ട് ഏത് ഭാഷയും ശരിയായി അറിയത്തില്ല. அதனால் யாரோடு பேசுவதற்கு நாங்கள் மிகவும் சிரமப்படுவோம். അതുകൊണ്ട് ഡോണോട് സംസാരിക്കുന്നത് ഞങ്ങൾ പ്രയാസപ്പെടുന്നു. அதனாலே சகோதரி எவ்வளவு சிரமப்படுவான்னு தெரியாது. அதனாலே கர்த்தர் தான் அதற்கு எதிரான ஒரு கிருபையை தர வேண்டும். ദൈവം തന്നെ അതിനേതായ കൃപകൾ നൽകണം. അതുപോലെ இந்த சகோதரி வாழ்ந்ததான சூழ்நிலைகள் வேறு இடத்திலே விருதமான சூழ்நிலை வாழ்ந்தவர்கள். അതുപോലെ തന്നെ ഈ സഹോദരി വളർന്നതും വേറെ ഒരു സാഹചര്യത്തിലാകുന്നു. இப்பொழுது இரண்டு பேரும் ஒரு வெவ்வேறு சூழ்நிலையிலிருந்து ஒருவராக இணைக்கப்பட போகிறார்கள். ഈ വേറെ വിധமான സാഹചര്യം വളർന്ന രണ്ടുപേർ ഇപ്പോൾ ഒന്നായി തീരുവാൻ പോകുന്നു. அவனுடைய எதிர்பார்த்தபடி இருக்காது. അതുകൊണ്ട് നാം പ്രതീക്ഷിക്കുന്ന പോലെ അല്ലായിരിക്കും. എന്നാൽ ദൈവം തന്റെ ഹിതപ്രകാരമാകുന്നു ഇവരെ ഒന്നാക്കുന്നത്. ഈ കാര്യം യഹോവയാൽ സ്ഥാപിതമായി. തമ്മിൽ ഐക്യമുള്ളവരായി തമ്മിൽ മനസ്സിലാക്കി നാം ജീവിക്കണം. ദൈവത്തിന്റെ ദയവും കൃപയും നമുക്കുണ്ടെങ്കിൽ എല്ലാം ജയമാക്കി തീർക്കുവാൻ ദൈവം നമ്മുടെ ദയ കാണിക്കുന്നതിൽ നാം തമ്മിൽ ദയയുള്ളവരായിരിക്കും. എഫേസ്യർ 4-ാം അധ്യായം 31-32 വാക്യം വായിക്കുമ്പോൾ சகலவிதமான கசப்பும் கோபமும் மூர்க்கமும் கூக்குரலும் தூஷணம் மற்ற எந்த துர்க்குணம் உங்களை நீங்க கிடவது. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. എല്ലാ മനുഷ്യർക്കുള്ളിലും നற்குணம் ഉണ്ട്, ദുർഗുണം ഉണ്ട്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും സൽഗുണങ്ങളും ദുർഗുണങ്ങളും ഉണ്ട്. എല്ലാവർക്കും എല്ലാം നற்குணம் இருக்கிறதல்ல. എല്ലായ്പ്പോഴും നല്ല ഗുണങ്ങൾ മാത്രമുള്ളവരായിരിക്കില്ല. സകലവിധமான துர்க்குணங்களும் உங்களை விட்டு நீங்க வேண்டும். എന്നാൽ സകലവിധமான ദുർഗുണവും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകണം. ஒருவருக்கொருவர் தயவாயும் மன உருக்கமாக இருக்க வேண்டும். നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായിരിക്കണം. தேவதயவு உண்டாகும் என்றால் ஒருவருக்கொருவர் தயவாயும் மன உருக்கமாக இருப்பார்கள். ദൈവത്തിന്റെ ദയ നമുക്കുണ്ടെങ്കിൽ നാമും തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായിരിക്കും. கிறிஸ்துவுக்குள் தேவன் உங்களுக்கு மன்னித்தது போல நீங்களும் ஒருவருக்கொருவர் மன்னியுங்கள். ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിക്കും. கிறிஸ்துவை மன்னித்தது போல நாம் ஒவ்வொரு நாளும் மன்னிக்கப்பட வேண்டும். ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നാം ഓരോ നാളും തമ്മിൽ ക്ഷമിക്കുന്നവരായിരിക്കണം. ஒவ்வொரு நாளும் நமக்கு வெளிப்படுவதான துர்க்குணங்களை மன்னிக்க வேண்டும். ഓരോ നാളും നമ്മൾ വെളിപ്പെടുന്നതായ എല്ലാ ദുർഗുണങ്ങളെയും തമ്മിൽ ക്ഷമിക്കണം. ஒருவருக்கொருவர் உண்டாக்குதான மனஸ்தாபங்களை ஒருவருக்கொருவர் அன்றே மன்னித்து விட்டுவிட வேண்டும். തമ്മിൽ ഉണ്ടാകുന്നതായ എല്ലാ പ്രശ്നങ്ങളും അന്ന് തന്നെ നാം ക്ഷമിച്ച് മറക്കുന്നവരായിരിക്കണം. ஒருவருக்கொருவர் தயவாயும் மன உருக்கமாக இருக்க வேண்டும். നാം തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായിരിക്കണം. ஒருவருக்கொருவர் தயவையும் மன உருக்கத்தையும் ஒரு நாளும் வெளிப்படுத்த வேண்டும். നാം തമ്മിൽ ദയയും മനസ്സലിവും വെളിപ്പെടുത്തുന്നവരായിരിക്കണം. கொலோசியர் 3-ാം അധ്യായം 12-ാം വചനത്തിൽ വായിക്കുമ്പോൾ അത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുകയും എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. எல்லாவற்றுக்கும் மேலாக பூர்ண சற்குணத்தின் கட்டாகிய அன்பை தெரிந்து கொள்ளுங்கள். എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. அன்பு சகலவற்றையும் தாங்கும், சகலவற்றையும் சகிக்கும். സ്നേഹം സകലവും ക്ഷമിക്കും, സകലവും സഹിക്കും. ஒருவர் தாங்கி ஒருவர் குறைபாடு உண்டானால் கிறிஸ்து உங்களுக்கு மன்னித்தது போல ஒருவருக்கொருவர் மன்னிக்க வேண்டும். നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നാം തമ്മിൽ ക്ഷമിക്കണം. என்றால் நீங்கள் தேவனால் தெரிந்து கொள்ளப்பட்டதான பரிசுத்தரும் பிரியருமாக இருக்கிறீர்கள். എന്തുകൊണ്ടെന്നാൽ നാം ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിന്റെ വൃദ്ധന്മാരുമാകുന്നു. உருக்கமான இரக்கத்தையும் தயவையும் மனத்தாழ்மையும் சாந்தத்தையும் நீதி பொறுமையும் தெரிந்து கொள்ளுங்கள். നാം സൗമ്യതയും ദീർഘക്ഷമയും അന്യോന്യം ക്ഷമിക്കുന്ന സ്വഭാവം ധരിക്കുന്നവരായിരിക്കണം. எல்லாவற்றுக்கும் மேலாக அன்பை தெரிந்து கொள்ள வேண்டும். എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹത്തെയും ധരിക്കണം. வெளிப்படுத்தி
விவாகத்தில் இணைக்கப்படும் பொழுது இவர்கள் ஒரு அன்பை தெரிந்து கொள்ள வேண்டும். വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്നവർ എല്ലാവരും തമ്മിൽ തമ്മിൽ സ്നേഹം ധരിക്കുന്നവരായിരിക്കണം. ஒருவர் அன்பு கூறுவார் என்றால் இவர்களால் எல்லாவற்றையும் சகிக்க முடியும். நாம் തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം സഹിക്കുവാൻ കഴിയും. அன்பு சகலவற்றையும் தாங்கும். സ്നേഹം സകലവും സഹിക്കുന്നു. സകലവற்றைയും അത് സഹിക്കും. സകലത്തെയും അത് സഹിക്കുന്നു. സകലവற்றை അത് മன்னிക്കും. സകലവും ക്ഷമിക്കുന്നു. அன்பு நீடி பொறுமையுள்ளது. സ്നേഹം ദീർഘക്ഷമയുള്ളതാകുന്നു. இன்றைக்கு ஒரு அன்பை தெரிந்து கொள்வார்கள். അതുകൊണ്ട് നാം ക്രിസ്തുവിന്റെ സ്നേഹം ധരിക്കുന്നവരായിരിക്കണം. வெவ்வேறாக இருந்தவர்கள் இன்றைக்கு விவாகத்தின் மூலமாக ஒன்றாக இணைக்கப்பட போகிறார்கள். ഇവർ രണ്ടായിരുന്നവർ ഇന്ന് ഒന്നായി തീരുവാൻ പോകുന്നു. இன்றைக்கு இவர்கள் இணைக்கப்படும் போது ஆண்டவர்களுக்கு விசேஷமான தயவை கட்டளையிடுவார். ഇവർ ഒന്നാക്കപ്പെടുമ്പോൾ ദൈവം ഇവർക്ക് വിശേഷമാവുന്ന കൃപയെ നൽകുവാൻ പോകുന്നു. இவர்கள் மனைவியும் ஒரு புருஷனையும் பெற்றுக்கொள்வது மாத்திரமல்ல, தேவனுடைய தயவையும் இன்றைக்கு பெற்றுக்கொள்ள போகிறார்கள். ഇവർ ഒരു ഭാര്യയും ഒരു ഭർത്താവിനെയും പ്രാപിക്കുക മാത്രമല്ല, ദൈവത്തിൽ നിന്ന് കൃപയും ദയയും കരുണയും പ്രാപിക്കുവാൻ പോകുന്നു. இவருடைய வாழ்க்கையில் இன்றைக்கு ஒரு பெரிய நன்மை இவர்கள் கண்டடைய போகிறார்கள். ഇവർക്കൊരു വലിയ അനുഗ്രഹം ദൈവം നൽകുവാൻ പോകുന്നു. கர்த்தரிடத்தில் ஒரு பெரிய தயவை இவர்கள் பெற்றுக்கொள்ள போகிறார்கள். ദൈവത്തിൽ നിന്ന് വലിയൊരു ദയ ഇവർ പ്രാപിക്കുവാൻ പോകുന്നു. விவாக வாழ்க்கை ஒரு சாட்சியான வாழ்க்கையாக மாறும். ഇവരുടെ വിവാഹ ജീവിതം ഒരു സാക്ഷ്യമുള്ള ഒരു ജീവിതമായി விவாக வாழ்க்கையில் எல்லா விதமான ஆசீர்வாதங்களையும் தேவன் இவர்களுக்கு தந்தருவார். ഈ വിവാഹ ജീവിതത്തിൽ വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഇവർക്ക് നൽകും. ഉണ്ടാക്കിയ കർത്തരുടെ സിയോനിൽ ആശ്രയിക്ക് വല്ലവരാണ്. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനായ ദൈവം സിയോനിൽ ഇവരെ അനുഗ്രഹിക്കുവാൻ സർവശക്തിയുള്ളവനാകുന്നു. ഒരു വിശേഷமான கிருபையும் அபிஷேகமும் தயவும் இவர்கள் மேல் இறங்கும். ഇവരുടെ മേൽ ഒരു വിശേഷമായ കൃപയും ദയയും അനുഗ്രഹവും അഭിഷേകവും ദൈവം നൽകുവാൻ പോകുന്നു. ഒരു വിശേഷமான വിവാഹ வாழ்க்கையில் പ്രവേശിക്കാൻ പോകുന്നു. ഒരു വിശേഷമായ വിവാഹ ജീവിതത്തിൽ ഇവർ പ്രവേശിക്കുവാൻ പോകുന്നു. ജപത്തോടെ ദേവസമൂഹത്തിലേക്ക് കാണപ്പെടും. നമുക്ക് അപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് മുതൽ എൻ്റെ ഭാര്യയെ സ്വീകരിച്ചു കൊടുക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമൃദ്ധിയിലും ഉയർച്ചയിലും താഴ്ചയിലും എല്ലാ കഷ്ടനഷ്ടത്തിലും ദൈവം നമ്മൾ വരുത്തുന്ന അവസ്ഥയിൽ നിന്നോട് മാത്രം ചേർന്ന് കൊള്ളാമെന്ന് നിന്നെ സ്നേഹിക്കുകയും പോറ്റിക്കൊടുക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് മരണത്തിൻ്റെ ഏത് കാലം ചൊല്ലി നാം തമ്മിൽ ചെയ്തു കൊള്ളാമെന്നും മരണത്തിലല്ലാതെ ഏത് കാലം ചൊല്ലി നാം തമ്മിൽ ദൈവത്തെയും ശ്രേഷ്ഠദൂതന്മാരെയും ദൈവസ്ഥയെയും സാക്ഷിയാക്കി പിതാവിനെയും പുത്രനെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ ഞാൻ അങ്ങയോട് ദേശം അപ്പനെയും അമ്മയും കൊണ്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ദേഹമായി ചെയ്യുമെന്ന് അറിയിക്കുമെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ ആകാൻ ദൈവം പോയി മനുഷ്യൻ വേർതിരിക്കുന്ന ഉത്തരമാണ്. യുവകൽക്കാലം സ്വർഗത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ വേണ്ടി ഇരുവരെയും കൂട്ടി ഒരുമിച്ച് ഒരു ദേഹമാക്കി തീർത്തിരിക്കാൻ മേലാൽ അവർ ഭാര്യാവർത്തക്കന്മാരെന്ന് അറിയപ്പെടുന്ന പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സമാധാനമാകാൻ വിളംബരം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും കൈകൂട്ടുക സാധിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വചനമായിരിക്കുന്ന ദുരിതത്തിൻ്റെ സങ്കല്പമായിരിക്കും. അവൻ്റെ വഴികളിൽ നടക്കുന്ന ദൈവം ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. യഹോവാസിയിൽ നിന്ന് ജീവിതശാസ്ത്രീയ നൽകി ഞാൻ അവരുടെ അനുഗ്രഹത്തിന് ഒരു പാത്രമാക്കി ഞാൻ തീർത്തിരിക്കാൻ
സ്വാഗതം. കർത്താവിന്റെ നന്മ ദൈവം സിംഹാസനത്തിൽ നല്ലൊരു കുടുംബം ജീവിക്കാൻ വേണ്ടി തന്നെ ഈ ദൈവത്തിൽ മാറ്റില്ല തിരുവനന്തപുരം സത്യം അറിയിച്ചു. ഓ ഫാദർ, ആ തിരുവനന്തപുരം സത്യം പ്രകാരം ജീവിച്ചു പോകാൻ വേണ്ടി നീ അവിടെ നിൽക്കുകയും എന്തൊക്കെ നിനക്ക് മതി കൃപ നൽകി എന്നെ ശക്തനാക്കും മുഖാന്തര സകലത്തിലും മതിയെന്ന് പറഞ്ഞ പ്രകാരം നന്മനായി ഈ സ്വന്തം ദൈവൻ സ്വർഗത്തിൽ മഹാപ്രശസ്തമായ സ്വർഗത്തെ ഉറ്റുനോക്കി നന്മയെടുത്ത് തീരുമാനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പാലിച്ച് നിങ്ങൾക്ക് എല്ലാവരും സമയ ദേശത്തിനും ഭയങ്കര പാത്രമാക്കി നന്മമായ തിരിച്ചിരിക്കാൻ സ്വാഗതം കഴിയുക. തെളിയോടെ സൗമ്യം ദൈവസന്നിധിയോടും നല്ല സകലത്തിലും കുറ്റമറ്റ ഒരു ജീവിതം ചെയ്യുന്നുണ്ട്. ആമീൻ. യേശുവിനേക്ക് നികുന്നതിൽ നിന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന സ്വന്തം തൽക്കാലം വീണ്ടും സമർപ്പിക്കുന്ന യേശു കാര്യമായി കാണപ്പെടുക വിമാനമാക്കി തീർക്കണമേ താവേ. എല്ലാ അനുഗ്രഹങ്ങളുടെ പേര് സിയോൻ അനുഗ്രഹിക്കണമേ താവേ. താവേ ഭാര്യന്റെ ഫലപ്രദമായ പോലെ കാണപ്പെടട്ടെ. അനുഗ്രഹിക്കുന്ന കുടുംബജീവിതം ചെയ്ത് അനുഗ്രഹിക്കപ്പെടുവാൻ മകളെ സഹായിക്കണമേ. സിയോൻ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ. സ്തോത്രം. അനുഗ്രഹിച്ചതായ സ്തോത്രം. യേശുവിന്റെ ജീവിച്ച് കർത്താവിനെ കാണപ്പെടുവാൻ സഹായിക്കുന്നു. യേശു ഗുണമായി സ്വതന്ത്രം ചെയ്യാം. സ്വതന്ത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ നാമത്തിൽ മഹത്വമാക്കി താമസിക്കുന്നത് ചെയ്യുവാൻ വേറെ സഹായിക്കുന്നതിനായി സ്വതന്ത്രം ചെയ്യാം. കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്വതന്ത്രം ചെയ്യാം. എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി ചെയ്യേണ്ടതിനായി സ്വതന്ത്രം ചെയ്യാം. ഓഡിയൻസായി കിടന്നെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരുമായി സ്വതന്ത്രം ചെയ്യാം. യേശുക്രിസ്തുവിന്റെ ഗുണമായിട്ട് ജീവാനുകളും കർത്താവിന്റെ വഴി ഒരുക്കേണ്ടതിനായി സ്വതന്ത്രം ചെയ്യാം. ദൈവസ്ഥാനിക്കുണ്ടാകുന്നതിനായി സ്വതന്ത്രം ചെയ്യാം. നമ്മൾ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. യഹോവയെ ഭയപ്പെട്ടവരുടെ ദൈവം ഭാഗ്യവാൻ. കൈകളെന്താനുഭവിക്കുന്നു എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മതിലുകളി പോലെ ഇന്ന് തിരുവനന്തപുരം വായിച്ചുള്ള എൻ്റെ മക്കളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവർക്കും യഹോവയെ മുൻപിച്ചുകൊണ്ട് ദൈവത്താൽ കടാക്ഷം പ്രാപിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദയ പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമക്കളായി കാണപ്പെടുവാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ കർത്താവേ. അതിനാവശ്യമായ ദൈവത്തിൻ്റെ നല്ല ആലോചന നിങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. നിങ്ങൾക്ക് പ്രവചന പ്രകാരം അതിനെ ക്ഷമിച്ചും സഹിച്ചും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ചെയ്യുവാൻ മാതൃകയിൽ ജീവിതം ചെയ്യുവാൻ എല്ലാ നന്മകളും എൻ്റെ മക്കൾ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശുശ്രൂഷിക്കുന്ന ദാസന്മാരെ ബലപ്പെടുത്തിയുള്ള സ്തോത്രം. തുടർന്നുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യം കൂടിയിരിക്കണമേ. നമ്മുടെ യാത്ര അതൊരു സാന്നിധ്യം കൂടി ഇരിക്കണമേ. എല്ലാ നന്മകളാൽ നിറച്ച് കർത്താവിൻ്റെ ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിച്ച ഒരു കരങ്ങളെ ഫലമേൽപ്പിക്കുന്നു. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സഭയ്ക്കും ദേശത്തിനും മാതൃകയായി ജീവിച്ച കർത്താവിൻ്റെ കാണപ്പെടുവാൻ മക്കളെ സഹായിക്കണമേ. തിരക്കരകൾ ഫലമേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. Would you turn the other cheek? Father, 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 help us and some guidance from above. 'Cause right now people have me questioning, where is the love?
overseas, yeah, we trying to stop the terrorism, but we still got terrorists here living in the USA, the big CIA, the Bloods and the Crips and the KKK. But if you only have love for your own race, then you only leave space to discriminate, and to discriminate only generates hate, and when you hate, then you're bound to get irate. Man, this is what you demonstrate, and that's exactly how anger works and operates. And you gotta have love just to set it straight, to control of your mind and meditate, but you still gravitate to the സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി ജീവിക്കാൻ ആവശ്യമായ എല്ലാ കൃപയും ജ്ഞാനം കൊടുത്ത് ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം എല്ലാവർക്കും, ഒരു സഭയ്ക്കും ദേശത്തിനും ഒരു കുടുംബങ്ങൾക്കും എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സർവശക്തനാദയും സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾ കൊടുത്ത് ദൈവത്തെ മാനിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇപ്പോൾ നാം ബലിശാലയിലേക്ക് വന്നിരിക്കുന്നു. കാനാവിലെ കല്യാണത്തിന് സ്തോത്രം. അവിടെ എല്ലാ കുറവുകളും പരിഹരിച്ചവനായ കർത്താവ് ദൂതന്മാർ നമ്മുടെ മധ്യയുള്ളതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ ബലിശാല ദൈവം വാഴ്ത്തി വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് നമുക്ക് നൽകി തരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ നന്മകളാൽ നീ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. അപ്പത്തെ വെള്ളത്തിൽ അനുഗ്രഹിക്കാം. രോഗങ്ങളിരിക്കുന്ന ഭക്തപ്രകാരം ഈ ആ ഭക്ഷണപാനീയങ്ങളെ കർത്താവ് വാഴ്ത്തി വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് നമുക്ക് നൽകി തന്നിരിക്കുക. സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാറ്റും വലിയായി നമ്മുടെ യേശുവരായി ദൈവപാത നിൽക്കുവാൻ, തൻ്റെ കാന്തി ഒരുക്കപ്പെടുവാൻ ഈ സമ്മതിക്ക് എല്ലാവർക്കും കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. എല്ലാ മഹത്വവും വലിയ ദൈവത്തെ അർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ കരുത്തിലേക്ക് കർത്താവേ ഇന്ന് പകൽക്കാലം അടികളെ താഴ്ത്തിയിരിപ്പിക്കുന്നു. വിശേഷാല പ്രിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം അനുഗ്രഹമായി കർത്താവ് നടത്തി തന്നതിന് ആ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. കർത്താവെ ഈ ഭൂമിയിൽ ഒരു പുതിയ കുടുംബജീ നയിക്കുവാൻ ആവശ്യമായ കൃപ പ്രിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഡോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ കർത്താവ്. സ്തോത്രം. അവരുടെ ജീവിതം കർത്താവ് മറ്റുള്ളവർക്ക് മാതൃകയുടെ ജീവൻ നയിക്കുവാൻ, കർത്താവ് ഒരു അനുഗ്രഹികളുടെ ജീവൻ നയിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കണമേ. സ്വർഗ്ഗത്തിലെല്ലാം നന്മയോട് കൊടുത്ത് ദൈവം മാനിക്കണം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇവിടെ നടക്കുന്ന കർത്താവിന് ചാരി കർത്താവ് വാഴ്ത്തി വിശുദ്ധീകരിച്ച് ഞാൻ തന്നിരിക്കുക. സ്തോത്രം. കർത്താവ് എല്ലാ നന്മകളാൽ നീ നിറയ്ക്കും. അവിടുത്തെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. ഇനി ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതല്ല. I'm breathing, I'm feeling alone. I know that you're leaving while we're still undone. It's gone right before our faces, gone without a trace. We had something special, I don't need no space. So come back now, won't you give me some hope? Come on, I'll be dancing like nobody's watching, and I wanna be all you need for a second, 'cause I'm into you. Now I'm trying to get your attention, so I'm calling you up with my best intentions, 'cause I'm into you. I'm into you. Remember the fire we had, our eyes, they're shining so bright when our hearts collide. I don't need a doctor, you're my medicine, giving me a high when walls are caving in. So come back now, won't you give me something tonight? I'll be dancing like nobody's watching, and I wanna be all you need for a second, 'cause I'm into you. Now I'm trying to get your attention,
accept that we're estranged without you, without you. I can't quit now, this can't be right. I can't take one more sleepless night without you, without you, yeah. I won't soar, I won't climb if you're not here. I'm paralyzed without you, without you. I can't look, I'm so blind. I lost my heart, I lost my mind without you, without you. Oh, 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 you, without you, It's like running through an open door. It's like finding what you're looking for. We've been waiting, we won't wait no more. ദൈവത്തിന്റെ എല്ലാവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഭൂമിയിലെയും സ്വർഗത്തിലെ സകലവും നന്മകളാലും അനുഗ്രഹിച്ച ദിവസങ്ങളെ നടത്തേണ്ടതിനായി സ്വതന്ത്രം ചെയ്യാം. എപ്പോഴും കൂടിയിരിക്കേണ്ടതിനായി സ്വതന്ത്രം ചെയ്യാം. ഇങ്ങനെയുള്ള സകല വിഷയങ്ങളും കർത്താവ് തന്നെ ഭാരപ്പെടുത്തി മേലിലും നടത്തി ഒരു അനുഗ്രഹ വിഷയമായി തീർന്ന് കർത്താവിന്റെ ഒരുങ്ങിയിരുപ്പാൻ വെക്കണം. ദൈവം സഹായിക്കേണ്ടതിനായി സ്വതന്ത്രം ചെയ്യാം. കർത്താവേശുവേ പ്രിയപിതാവേ അങ്ങ് സ്തുതിക്കുന്ന വാഴ്ത്തുന്ന പിതാവേ സ്തോത്രം. എനിക്ക് അറിയപ്പെട്ട നല്ല സമയത്തിനോ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും പിതാവേ. ഇങ്ങനെ അവസരം കർത്താവ് നൽകി തന്നുള്ള പിതാവേ സ്തോത്രം. എന്റെ കൊണ്ട് കർത്താവ് സ്നേഹിക്കാൻ Every season, every memory made, all the dreaming led us here today. Can you see it? We got a beautiful story. Every moment on and on, we got a beautiful story. And we've only just begun. The best is yet to come. The
இல்லாத மழையே இதயத்தில் ஏன் வீழ்கிறாய்? இதன் முன்னே நில்லாத நொடியே யுகம் ஒன்றாய் ஏன் நீள்கிறாய்? உறவேதும் இல்லாமல் குறையேதும் சொல்லாமல் தனியாக வாழ்ந்தேனே, பிறகுன்னை கண்டேனே. ஒரு மோதலாய் என்று சிறு தீண்டலாய் என்று அன்று நட்பு என்றேனே, இன்று மாற்றிக்கொண்டேனே.